നമുക്ക് ഇതുപോലെയുള്ളൊരു ഗ്രാനി സ്ക്വയർ ചെയ്താലോ? ഒരുപാട് കളേഴ്സിൽ ഓരോ റൗണ്ടിലും വേറെ വേറെ കളേഴ്സ് കൊടുത്തിട്ട് ഗ്രാനി സ്ക്വയർ യാൺസ് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ള ഗ്രാനി സ്ക്വയർ ഒന്ന് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് നമുക്കൊരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം. ആ സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 6 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6 6 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഇനി ഫസ്റ്റ് ചെയ്ത ആ ഒരു സ്ലിപ്പ് നോട്ടിൻ്റെ ഒരു സ്പേസ് ഉണ്ടല്ലോ, ചെയിൻ സ്റ്റിച്ച്, അതിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാണോട് ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിച്ചിട്ട് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു സർക്കിൾ കിട്ടും. ഈ ഒരു സർക്കിളിലാണ് ഇനി നമ്മൾ ഫസ്റ്റ് റൗണ്ട് ചെയ്യുന്നത്. ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ആദ്യം നമുക്ക് ചെയിൻ 3 ചെയ്യാം. 1 2 3 ചെയിൻ 3 ചെയ്തിട്ട് യാണോട് ചെയ്യാം. ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു, യാണോട് ചെയ്യുക. 3 ലൂപ്പ് കിട്ടും. യാണോട് ചെയ്യുക, 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. യാണോട് ചെയ്യുക, 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് 3 ചെയിൻ ചെയ്തത് നമ്മളൊരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യുക. പിന്നെ നമുക്ക് ബാലൻസ് 2 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യാം. അങ്ങനെ ടോട്ടൽ നമുക്ക് 3 ഡബിൾ ക്രോഷ്യ ആയിട്ട് നമ്മളിത് കൗണ്ട് ചെയ്യും. ചെയിൻ 2 ചെയ്യുക. 1 2 ചെയിൻ 2 ചെയ്യുക. ഇനി നമ്മൾ ഈ സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്ത് കൊടുക്കുക. 1 2 3 3 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യാം. അപ്പോൾ നമുക്കൊരു 3 ഡബിൾ ക്രോഷ്യയുടെ ഒരു സെറ്റ്, അതുപോലെ 3 ഡബിൾ ക്രോഷ്യയുടെ 2 സെറ്റായി. ഈ ചെയിൻ 2 ചെയ്യുക. വീണ്ടും നമുക്ക് ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്ത് കൊടുക്കാം. 1 2 3 3 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ചെയിൻ 2 ചെയ്യാം. അടുത്ത ഈ സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു 3 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്ത് കൊടുക്കാം. 1 2 3 3 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യാം. ചെയിൻ 2 ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ 1 2 3 4 4 സെറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതൊരു 3 സെറ്റിൻ്റെ 3 ഡബിൾ ക്രോഷ്യയുടെ ഒരു സെറ്റ്, 3 ഡബിൾ ക്രോഷ്യയുടെ 2 സെറ്റ്, 3 ഡബിൾ ക്രോഷ്യയുടെ 3ാമത്തെ സെറ്റ്, 4ാമത്തെ സെറ്റ്. അങ്ങനെ നമുക്ക് 4 സെറ്റ് 3 ഡബിൾ ക്രോഷ്യയുടെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ചെയിൻ 2 ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ 1 2 3 ചെയിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് കിട്ടുക. അപ്പോൾ ഇനി നമ്മൾ കളർ ചേഞ്ച് ചെയ്യില്ലെങ്കിൽ സെയിം തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. കളർ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് ചെയിൻ 1 ചെയ്യാം. നമുക്ക് യാൺ കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഹുക്കിനെ ഇങ്ങനെ പുറത്തേക്ക് വലിച്ചിട്ട് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടൈലൻഡ് നമ്മൾ വെച്ചിട്ട് ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഇതായിട്ട് കിട്ടുക. അപ്പോൾ ഇനി നമ്മൾ ഏതെങ്കിലും ഒരു സ്പേസിൽ, ഏത് സ്പേസിലായാലും കുഴപ്പമില്ല, ഞാനത് ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാണ്. ഇനി ഞാൻ എൻ്റെ അടുത്ത കളറ് യാണ് ആഡ് ചെയ്യാണ്. അത് ഏത് കളർ യാണായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് നിങ്ങളെ കയ്യിലുള്ള ഏതാണോ യാണുള്ള ആ കളർ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗ്രീൻ കളറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആഡ് ചെയ്യുന്നതായിട്ട് കുറച്ച് ടൈലൻഡ് ഇങ്ങനെ കൈമേൽ പിടിച്ചിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഇതങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ യാൺ ഓവർ ചെയ്തിട്ട് ഇങ്ങനെ മുകളിലേക്ക് എടുക്കുകയാണ്. എന്നിട്ടാണ് ഞാൻ 1 2 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യാണ്. അപ്പോഴും നമ്മളിവിടെ ഇങ്ങനെ
ഈ ഒരു ബാലൻസ് വരുന്ന യാണുണ്ടല്ലോ, ഈ യാണ് നമ്മൾ ഈ ഒരു രണ്ട് ഫിംഗറിനെ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു ഭാഗത്തേക്ക് പിടിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇനി അടുത്ത് 2 DC കൂടി ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് വേണം 2 DC ചെയ്യാൻ. 2 DC ചെയ്യുക. 3 ചെയിന് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു DC ആയിട്ട് കൗണ്ട് ചെയ്യും. ഈ ബാലൻസ് 2 DC ചെയ്യും. അങ്ങനെ ടോട്ടൽ നമുക്ക് 3 DC കിട്ടും. ഇനി നമ്മൾ ചെയിൻ 1 ചെയ്യുക. ചെയിൻ 1 ചെയ്തിട്ട് ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത യാണാണ്, അതിങ്ങനെ ബാക്ക് സൈഡിലേക്ക് ആക്കി കൊടുക്കുക. പിന്നെ നമുക്ക് അതിന് മുന്നായിട്ട് ഇതൊന്ന് റിമൂവ് ചെയ്യാണ്. നമുക്ക് ഫസ്റ്റ് ഇതിന് സ്റ്റിച്ച് മാർക്കേഴ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ 1 2 3 4 4 സ്പേസാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ കിട്ടുക. അപ്പോൾ ഈ 4 സ്പേസിലും നമ്മൾ ഓരോ സ്റ്റിച്ച് മാർക്കേഴ്സ് വെച്ച് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ സ്റ്റിച്ച് മാർക്കേഴ്സ് ഇല്ലെങ്കിൽ നിങ്ങൾ വല്ല പിന്നോ അതുപോലെ വേറെ കളറിയാണോ ഒക്കെ വെച്ചിട്ട് ഒന്ന് കെട്ടി കൊടുത്താൽ മതി. എന്നാൽ പെട്ടെന്ന് ബിഗിനേഴ്സ് ആകുമ്പോൾ ഇത് പെട്ടെന്ന് കോർണറൊക്കെ മനസ്സിലാവാൻ വളരെ ഹെൽപ്പാവും. അപ്പോൾ ഞാനിവിടെ ഈ കാണുന്ന 4 സ്പേസിലും ഓരോ സ്റ്റിച്ച് മാർക്കേഴ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ചധികം യാണ് ഇങ്ങനെ എടുത്തിട്ട് ഈ ഒരു കോർണറിലാണ് ഞാനിനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കോർണറത്തെ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഈ 2 ഫിംഗറിനോട് ഇവിടെ ഇങ്ങനെ ടൈറ്റാക്കി പിടിച്ചതിന് ശേഷം ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ യാണിനെ ഇങ്ങനെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ടൈറ്റാക്കി തന്നെ പിടിക്കണം, അല്ലെങ്കിൽ ലൂസായിപ്പോൾ. അതിനുശേഷം 3 ചെയിൻ ചെയ്യുക. 1 2 3 ചെയിന് നമ്മളൊരു DC ആയിട്ട് കൗണ്ട് ചെയ്യും. ഇനി നമുക്ക് 2 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യണം. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. അടുത്ത സെയിം സ്പേസ് തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്തു. ഇനി നമുക്ക് ഈ വരുന്ന നമ്മൾ കട്ട് ചെയ്ത യാണുണ്ടല്ലോ, ഈ യാണൊന്ന് നമുക്ക് ഇങ്ങനെ ഹുക്ക് ഇങ്ങനെ താഴത്തുനിന്ന് മുകളിലേക്ക് എടുക്കാം. അതിന് ശേഷം ഈ യാണിനെ നമുക്ക് താഴോട്ടേക്കാക്കി കൊടുക്കാം. അപ്പോൾ ഈ യാണ് ഇങ്ങനെ താഴെ, നമ്മളിപ്പോൾ കട്ട് ചെയ്ത യാണ് ഇങ്ങനെ താഴെ ആയിട്ടോ. ഇനി നമുക്ക് ചെയിൻ 1 ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിവിടെ 3 DC ആണുള്ളത്. അവിടെ നമ്മളൊന്നും ചെയ്യേണ്ട. ആ 3 DC സ്കിപ്പ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, അതിന് മുന്നായിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു കോർണറിൽ വീണ്ടും നമുക്ക് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. പിന്നെ നമുക്കിനി അടുത്ത കോർണറാണുള്ളത്. ഈ ഒരു കോർണറിൽ റിമൂവ് ചെയ്തിട്ട് നമ്മളിപ്പോൾ 3 DC ചെയ്തു. അതിന് ശേഷം ചെയിൻ 1 ചെയ്തു. വീണ്ടും ഈ ഒരു കോർണറിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 1 2 3 DC ചെയ്യുക. 3 DC ചെയ്യുക. ഇനി നമുക്ക് ചെയിൻ 2 ചെയ്യുക. 1 2 ഇത് കോർണറാണ്, കോർണറിലാണ് നമ്മൾ ചെയിൻ 2 ചെയ്യുന്നത്. 3 DC ചെയിൻ 2 3 DC ആണ്. സെയിം കോർണറിൽ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുക. ഈ സെയിം സ്പേസ് തന്നെ 2 ചെയിൻ ചെയ്തതിന് ശേഷം 3 DC സെയിം തന്നെ ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മളെ കോർണറായിട്ട് വരുന്നത് കേട്ടോ. ഈ 4 കോർണറാണ് ഇനി നമുക്ക് ഉണ്ടാവുക. അപ്പം ഞാനിവിടെ 3 DC ചെയ്തു, ചെയിൻ 2 ചെയ്തു, വീണ്ടും 3 DC. ഈ ഒരു സെയിം സ്പേസ് തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇത് നമുക്കൊരു കോർണറാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 3 DC കഴിഞ്ഞിട്ട് ചെയിൻ 2 ചെയ്തല്ലോ, ആ ഒരു ചെയിൻ 2 ചെയ്ത സ്പേസിൽ ഹുക്ക് നമുക്ക് നമ്മളെ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇവിടെ ഇപ്പോൾ 3 DC 2 ചെയിൻ 3 DC ചെയ്തു. അതിനുശേഷം സ്റ്റിച്ച് മാർക്കർ വെച്ചതിന് ശേഷം നമുക്കൊരു ചെയിൻ 1 ചെയ്ത് കൊടുക്കാം. വീണ്ടും നമ്മൾ അടുത്ത കോർണറിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് 3 DC ഈ കോർണറിൽ ചെയ്തതുപോലെ തന്നെ അടുത്ത കോർണറിലും ചെയ്ത് കൊടുക്കാം. 3 DC 2 ചെയിൻ 3 DC 1 2 3 DC 2 ചെയിൻ സെയിമിൽ തന്നെ 3 DC കൂടി ചെയ്ത് കൊടുക്കുക. ഈ സെയിം തന്നെ 3 DC തന്നെ ചെയ്ത് കൊടുക്കുക.
1 2 3 3DC 2 ചെയിൻ 3DC ചെയ്ത് കൊടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ 3DC കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഉണ്ടല്ലോ 2 ചെയിൻ ചെയ്ത ആ ഒരു ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത കോർണറാണുള്ളത്. അടുത്ത കോർണറിൽ ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് ചെയിൻ 1 ചെയ്യാം. എന്നിട്ട് ഈ അടുത്ത കോർണറിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3DC 2 ചെയിൻ 3DC ചെയ്യുക. 1 2 3 3DC ചെയ്തു. ഇനി നമുക്ക് 2 ചെയിൻ ചെയ്യാം. 1 2 വീണ്ടും ഈ കോർണറിൽ തന്നെ 3DC ചെയ്ത് കൊടുക്കുക. 1 2 3 3DC ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഈ 3DC 2 ചെയിൻ ചെയ്ത ആ ഒരു സ്പേസിൽ നമ്മൾ വീണ്ടും നമ്മളെ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ റൗണ്ട് ഇങ്ങനെ ഇൻക്രീസ് ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഓൾറെഡി നമ്മൾ ഈ സ്റ്റാർട്ടിങ്ങിൽ 3DC ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ 3DC 2 ചെയിൻ 3DC ഈ കോർണറിൽ കഴിഞ്ഞു. ചെയിൻ 1 ചെയ്യുക. അതിനുശേഷം ഈ ഒരു സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഇതിൽ ഈ സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3DC കൂടി ചെയ്ത് കൊടുക്കുക. 1 2 3 3DC കൂടി ചെയ്തു. 2 ചെയിൻ ചെയ്തു. 2 ചെയിൻ ചെയ്തു. 3DCയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഈ റൗണ്ട് കണ്ടോ, ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ 3DCയുടെ 4 സെറ്റ് ചെയ്തു. സെക്കൻഡ് റൗണ്ട് വന്നപ്പം കോർണറാണ്, 4 കോർണർ ഉണ്ടാക്കിയെടുത്തു. കോർണറിൽ നമ്മൾ 3DC 2 ചെയിൻ 3DC അതിൻ്റെ നടുവിലായിട്ട് ഒരു ചെയിൻ 1 ചെയ്തു. പിന്നെ വീണ്ടും 3DC 2 ചെയിൻ 3DC അതിൻ്റെ നടുവിലായിട്ട് ചെയിൻ 1 ചെയ്തു. 3DC 2 ചെയിൻ 3DC എന്നുള്ളത് 4 കോർണറും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഈ കോർണറിലും ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുകയാണ്. ബിഗ്നേഴ്സ് ആകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സ്റ്റിച്ച് മാർക്കർ മറന്നു പോകരുത് വെച്ച് കൊടുക്കാൻ. അതിന് ശേഷം ചെയിൻ 1 ചെയ്തിട്ട് ഞാനിവിടെ യാൺ കട്ട് ചെയ്യാണ്. ഇനി ഞാൻ വേറെ കളർ യാണാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ യാണിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് ഹൈഡാക്കി കൊടുക്കുക. താഴെ ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് വലിച്ചിട്ട് താഴത്തേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ അതങ്ങനെ താഴെ ഇങ്ങനെ തൂങ്ങിക്കിടന്നോളും. അപ്പോൾ നമ്മൾ സെക്കൻഡ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് റൗണ്ട് ചെയ്യാനായിട്ട് വേറൊരു കളർ യാണ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സെയിം കളർ യാണ് യൂസ് ചെയ്താലും കുഴപ്പമില്ല. നിങ്ങളെ കയ്യിൽ വേറെ കളർ യാൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിത് വേറെ കളർ യാണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വേറെ കളർ യാണ് യൂസ് ചെയ്യുക. ഏതെങ്കിലും ഒരു കോർണറിൽ, ഏത് കോർണറായാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു കോർണറിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് ടൈലിൻ്റെ അധികം എടുത്തിട്ട് ഈ ഒരു ഭാഗം ടൈറ്റാക്കി പിടിച്ചിട്ട് ഒരു 3 1 2 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് വീണ്ടും 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 ചെയിന് നമ്മളൊരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യും. 2 DC ചെയ്യുക. അതിന് ശേഷം ചെയിൻ 1 ചെയ്യുക. ഈ കോർണറിൽ എത്തുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. തേർഡ് റൗണ്ടിലേക്ക് ഒരു സ്പേസ് വന്നിട്ടുണ്ട്. ആ ഒരു സ്പേസിലും നമുക്ക് 3 DC ചെയ്ത് കൊടുക്കാം. അതാണ് നമ്മളെ ഈ റൗണ്ടിലെ ഇൻക്രീസ് ആയിട്ട് വരുന്ന സ്റ്റിച്ച് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് 3 DC ചെയ്ത് കൊടുക്കാം. 3 DC ആ സ്പേസിൽ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 DC ചെയ്തു. വീണ്ടും ചെയിൻ 1 ചെയ്യുക. ഇനി നമുക്ക് വരുന്നത് നമ്മൾ ഈ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള സ്പേസ് ആണ്. അത് നമ്മളെ കോർണറാണ്. ആ കോർണർ നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് കോർണറിൽ നമ്മൾ 3 DC 2 ചെയിൻ 3 DC ചെയ്ത് കൊടുക്കുക. 1 2
3 DC. അതിനുശേഷം 2 ചെയിൻ ചെയ്യാം. വീണ്ടും സെയിം തന്നെ ആ സ്പേസിൽ തന്നെ 3 DC കൂടി ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോട്ട് എഴുതി വെക്കുക. എല്ലാ കോർണറിലും നമ്മൾ ചെയ്യുന്നത് 3 DC, 2 ചെയിൻ, 3 DC. അപ്പോൾ വീണ്ടും നമ്മൾ ഈ ഒരു സ്പേസിൽ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. 3 DC, 2 ചെയിൻ, 3 DC ആണ് എല്ലാ കോർണറിലും നമുക്ക് ചെയ്യാനുള്ളത്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ചെയിൻ 1 ചെയ്യുക, 3 DC ചെയ്യുക. ഇനി ഇവിടെ ഒരു സ്പേസ്, ഈ കോർണർ എത്തുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ആ ഒരു സ്പേസിൽ 1 2 3 നമുക്ക് 3 DC ചെയ്യുക, ചെയിൻ 1 ചെയ്യുക. ഇനി നമ്മൾ അടുത്ത ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച കോർണറാണുള്ളത്. അപ്പോൾ അവിടെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് 3 DC, 2 ചെയിൻ, 3 DC ചെയ്യുക. 1 2 3 2 ചെയിൻ, സെയിം സ്പേസിൽ തന്നെ 3 DC കൂടി ചെയ്ത് കൊടുക്കുക. 1 2 3 സെയിം സ്പേസിൽ തന്നെ 3 DC കൂടി ചെയ്തു. അതിനുശേഷം ചെയിൻ 1 ചെയ്യുക. നമുക്കിവിടെ ഈ ഒരു സ്പേസിൽ അടുത്ത റൗണ്ടിലെ കോർണർ വരുന്ന ആ സ്പേസാണ്. ആ സ്പേസിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ സ്റ്റിച്ച് മാർക്കർ എത്തുന്നതിന് മുന്നേ വീണ്ടും ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ നമ്മൾ 3 DC ചെയ്ത് കൊടുക്കുക. 1 2 3 DC, ചെയിൻ 1. അതിനുശേഷം അടുത്ത കോർണറാണ്. അപ്പോൾ അവിടെ ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് കോർണറിൽ നമ്മൾ 3 DC, 2 ചെയിൻ, 3 DC ചെയ്യാം. ഈ കോർണർ മാത്രമാണ് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത്. 4 കോർണറാണ് നമുക്ക് ഉണ്ടാവുക. 4 കോർണറിലും നമ്മൾ ഒരു സ്പേസിൽ തന്നെ 3 DC, 2 ചെയിൻ, 3 DC ചെയ്യുന്നുണ്ടെന്ന് നമ്മളൊരു നോട്ട് എഴുതി വെക്കുക. ആ നോട്ട് നമുക്ക് ഈ സ്റ്റിച്ച് മാർക്കർ ഉള്ള സ്ഥലത്താണ് നമുക്ക് 3 DC, 2 ചെയിൻ, 3 DC നമ്മൾ ചെയ്യുന്നതെന്നൊക്കെ നോട്ട് എഴുതി വെച്ചാൽ നിങ്ങൾ ആ നോട്ട് നോക്കിയിട്ട് വീഡിയോ ഓൺ ആക്കിയിട്ട് നോട്ട് നോക്കി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല പെർഫെക്ഷൻ ആയിട്ട് ചെയ്യാൻ പറ്റും. ബിഗിനേഴ്സ് ആകുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങളിങ്ങനെ ചെയ്യണം. ചെയിൻ 1 ചെയ്യുക. ഇനി നമുക്ക് ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. ആ സ്പേസിലും 3 DC ചെയ്യാം. 2 3 ചെയിൻ 1 ചെയ്യാം. ഇനി നമ്മൾ ഫസ്റ്റ് 3 DC ചെയ്തില്ലേ, ആ ഒരു സ്പേസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ഈ ഒരു സ്പേസിലും 3 DC ചെയ്ത് കൊടുക്കുക. 1 2 3 DC ചെയ്യുക. ചെയിൻ 2 ചെയ്യുക. ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. ചെയിൻ 1 ചെയ്ത് യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ യാണിനെ നമുക്ക് താഴത്തേക്ക് ഇങ്ങനെ ഹൈഡാക്കി കൊടുക്കാം. ഈ ഒരു സ്പേസിൽ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഓരോ റൗണ്ട് നമുക്ക് പ്രത്യേക കളർ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് കാണാൻ സാധിക്കും. ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് 4 സെറ്റ് 3 DC ആണുള്ളത്. സെക്കൻഡ് റൗണ്ടിലേക്ക് നമ്മളത് 2 സെറ്റ് അങ്ങനെ 4 സെറ്റാക്കി 2 ആക്കി 4 സെറ്റ് ചെയ്തു. പിന്നെ തേർഡ് റൗണ്ട് വന്നപ്പോൾ നമുക്ക് 4 കോർണർ കൂടാതെ നമുക്ക് ഈ 3 DC ഈ ഇങ്ങനെയുള്ള 4 കോർണറിൽ കഴിഞ്ഞിട്ട് ഓരോ 3 DCൻ്റെ ഒരു സെറ്റ് അധികമായിട്ട് വന്നു. ഇനി നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യാൻ പോവാണ്. അടുത്ത റൗണ്ട് ചെയ്യുമ്പോൾ ഇതിലേതെങ്കിലും ഒരു സ്പേസിൽ ഇൻസേർട്ട് ചെയ്യുക.
ഇങ്ങനെ യാണിനെ ഈ ഒരു ഭാഗത്തേക്ക് ടൈറ്റാക്കി പിടിച്ചിട്ട് യാൺ ഓവർ ചെയ്യുക. ഇങ്ങനെ മുകളിലേക്ക് വലിക്കുക. 1 2 3 ചെയിൻ ചെയ്യുക. 2 DC ചെയ്ത് കൊടുക്കുക. 1 2 2 DC ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. കഴിഞ്ഞ റൗണ്ടിൽ നമുക്ക് ഒരു സ്പേസ് കോർണർ എത്തുന്നതിന് മുന്നേ ഒരു സ്പേസ് ആണ് കിട്ടിയിട്ടുള്ളത്. ആ ഒരു സ്പേസിന് നമ്മൾ 3 DC ചെയ്തു. ഈ റൗണ്ടിൽ നമുക്ക് 2 സ്പേസ് വരുന്നുണ്ട്. കോർണർ എത്തുന്നതിന് മുന്നേ 1 2 എന്ന് പറഞ്ഞ് 2 സ്പേസ് വരുന്നുണ്ട്. അപ്പം അതാണ് നമ്മൾ ഈ റൗണ്ടിൽ ഇൻക്രീസിങ് വരുന്നത്. നമ്മൾ ഗ്രാനി സ്ക്വയർ വലുതായി വരുവാനുള്ള ആ ഒരു സ്റ്റിച്ചാണിത്. അപ്പം 3 DC ചെയ്തു, ചെയിൻ 1 ചെയ്തു. അതിനുശേഷം ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു 3 DC കൂടി ചെയ്ത് കൊടുക്കാം. 1 2 3 DC ചെയ്തു. വീണ്ടും ചെയിൻ 1 ചെയ്യുക. ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിലേക്ക് വീണ്ടും നമ്മൾ 3 DC ചെയ്ത് കൊടുക്കുക. 1 2 3 DC ചെയ്യുക. വീണ്ടും ചെയിൻ 1 ചെയ്യുക. ഇനിയാണ് നമ്മൾ കോർണർ എത്തിയിട്ടുള്ളത്. ഈ കോർണറിൽ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കോർണറിൽ നമ്മൾ എന്താ നോട്ട് എഴുതി വെച്ചത്? കോർണറിൽ നമുക്ക് 3 DC 2 ചെയിൻ 3 DC ആണ് വരുന്നത്. അപ്പോൾ കോർണർ ഒരു സ്പേസ് ഒരേ സെയിം സ്പേസിൽ തന്നെ 3 DC 2 ചെയിൻ 3 DC ആണ് നമുക്ക് കോർണറിൽ വരുന്നത്. അപ്പോൾ ആ നോട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് കോർണറിൽ ചെയ്യാൻ പറ്റും. 1 2 3 DC 2 ചെയിൻ 3 DC ആണ് നമ്മൾ ഈ കോർണറിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ 3 DC 2 ചെയിൻ ചെയ്ത ആ ഒരു സ്പേസിൽ വീണ്ടും നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെക്കുകയാണ്. അതിനുശേഷം ചെയിൻ 1 ചെയ്യാം. ഇവിടെ 2 സ്പേസ് ഉണ്ട്. ആ 2 സ്പേസിലും നമുക്ക് 3 DC ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് സ്പേസിൽ 3 DC ചെയ്യാം. ഫസ്റ്റ് സ്പേസിൽ 3 DC ചെയ്തു. ഇനി ചെയിൻ 1 ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ നമുക്ക് 3 DC ചെയ്യാം. 1 2 3 ആ സ്പേസിലും 3 DC ചെയ്യുക. ഇനി ചെയിൻ 1 ചെയ്യുക. ഇനി നമുക്ക് വരുന്നത് നമ്മൾ അടുത്ത കോർണറാണ്. അപ്പോൾ ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് കോർണറിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ നോട്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. 3 DC 2 ചെയിൻ 3 DC ആണ് നമ്മൾ കോർണറിൽ ചെയ്യുന്നത്. ഒരു സ്പേസിൽ തന്നെ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 DC 2 ചെയിൻ 3 DC ചെയ്ത് കൊടുക്കുക. 1 2 3 DC 2 ചെയിൻ 3 DC സെയിം സ്പേസിൽ തന്നെ ചെയ്ത് കൊടുക്കുക. ഉണ്ടോ? ഇനി നമ്മൾ അടുത്ത കോർണർ അറിയാൻ വേണ്ടിയിട്ട് 2 ചെയിൻ്റെ സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചെയിൻ 1 ചെയ്യാം. ഈ ഒരു സ്പേസിൽ 3 DC ചെയ്ത് കൊടുക്കുക. 2 3 ചെയിൻ 1 ചെയ്യുക. ഒരു സ്പേസ് കൂടി ഉണ്ട്. ആ സ്പേസിലും 1 2 3 ചെയിൻ 1 ചെയ്യുക. ഇനി നമുക്ക് ഈ കോർണർ എത്തിയിട്ടുണ്ട്. ഈ കോർണറിലേക്ക് ഈ സ്റ്റിച്ച് മാർക്ക് റിമൂവ് ചെയ്തിട്ട് കോർണറിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് കോർണറിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? 3 DC 2 ചെയിൻ 3 DC ചെയ്ത് കൊടുക്കുക. 1
2 3 3DC 2 chain 3DC ചെയ്യാം 1 2 3 3DC 2 chain 3DC ചെയ്യാം ഈ സ്പേസിൽ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം ചെയിൻ 1 ചെയ്യാം ഈ സ്പേസിൽ 3DC ചെയ്യാം 1 2 3 3DC ചെയ്യാം വീണ്ടും ചെയിൻ 1 ചെയ്യാം സ്പേസിൽ വീണ്ടും 3DC ചെയ്യാം 1 2 3 3DC ചെയ്യുക വീണ്ടും ചെയിൻ 1 ചെയ്യുക ഇനി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 3DC ചെയ്ത് ആ ഒരു ഇവിടെ സ്പേസിൽ എത്തിയിട്ടുണ്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം നമുക്ക് ഈ സ്പേസിൽ 3DC ചെയ്ത് കൊടുക്കുക 1 2 3 3DC 2 ചെയിൻ ചെയ്യുക പിന്നെ ഇതിൻ്റെ 3DC നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ശേഷം ചെയിൻ 1 ചെയ്യുക ഞാൻ കട്ട് ചെയ്യാം ടൈറ്റാക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇങ്ങനെ താഴത്തേക്ക് ഹൈഡാക്കി കൊടുക്കുക അപ്പം നമ്മൾ യാൺസൊക്കെ ഇങ്ങനെ താഴെ വന്നിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് ശരിയാക്കി കൊടുക്കാം ഈ ഒരു സ്പേസിൽ വീണ്ടും നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം നമുക്ക് അടുത്ത കളർ യാണ് ആഡ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഈ ഒരു കോർണറിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3DC ചെയ്യാണ് 1 2 3 3DC അല്ല 3 ചെയിൻ ചെയ്തു അതിന് ശേഷം 2 DC കൂടി ചെയ്യാണ് ഓക്കെ ചെയിൻ 1 ചെയ്യുക ഇനി നമുക്ക് ഫസ്റ്റ് ഇതിൽ നമുക്ക് ഒരു DCയുടെ 3 സെറ്റിൻ്റെ ഒരു സെറ്റ് കിട്ടിയത് ഈ റൗണ്ടിലേക്ക് വന്നപ്പോൾ 2 സെറ്റ് കിട്ടി ഇനി നമുക്ക് ഇവിടെ 3 സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ 1 2 3 ചെയിൻ 1 അതുപോലെ അടുത്ത സ്പേസ് ഉണ്ട് ആ സ്പേസിലും 3 സെറ്റ് ചെയ്യുക 3DC ചെയ്യുക 1 2 3 ചെയിൻ 1 ചെയ്യുക കോർണർ എത്തുന്നതിന് മുന്നേ ഒരു സ്പേസും കൂടി ഉണ്ട് ആ സ്പേസിലും 1 2 3 ചെയിൻ 1 ചെയ്യുക ഞാൻ ഈ കോർണർ എത്തിയിട്ടുണ്ട് ഈ കോർണറിൽ ഇത് റിമൂവ് ചെയ്തിട്ട് കോർണറിൽ നമ്മൾ നോട്ട് എഴുതി വെച്ചത് 3DC 2 ചെയിൻ 3DC ചെയ്യാന്നാണ് അപ്പോൾ നമുക്ക് 3DC ചെയ്യാം 1 2 3 3DC ചെയ്തു ചെയിൻ 2 ചെയ്യുക വീണ്ടും 3DC ചെയ്യുക 1 2 3 3DC ചെയ്യുക ചെയിൻ 1 ചെയ്യുക ഈ ഒരു സ്പേസിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം നമുക്ക് ഇവിടെ അതുപോലെ തന്നെ 3 സ്പേസ് ഉണ്ട് 1 2 3 എന്നാണ് 3 സ്പേസ് കാണുന്നുണ്ട് ആ 3 സ്പേസിലും നമുക്ക് 3DC ചെയിൻ 1 3DC ചെയ്ത് കൊടുക്കാം ആദ്യത്തെ സ്പേസിൽ 3DC ചെയ്യുക 1 2
3. ചെയ്തു. ചെയിൻ 1 ചെയ്യാം. 1 2 3. സെക്കൻഡ് സെറ്റ് ചെയ്തു. ചെയിൻ 1 ചെയ്യാം. 1 2 3. തേർഡ് സെറ്റ് ചെയ്യാം. ചെയിൻ 1 ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് കോർണറാണ്. അപ്പോൾ കോർണറിൽ നമ്മൾ എന്താണ് 3DC 2 ചെയിൻ 3DC സെയിം സ്പേസിൽ തന്നെ ചെയ്യുന്നതിനെയാണ് കോർണർ എന്ന് പറയുന്നത്. 1 2 3 3DC 1 2 2 ചെയിൻ വീണ്ടും 3DC ചെയ്യുക. 1 2 3 ചെയിൻ 1 ചെയ്യുക. ഈ ഒരു സ്പേസിൽ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി ഇതുപോലെ 3 സ്പേസ് ഉണ്ട് ഇവിടെ. ഈ ഒരു സ്പേസിൽ 1 2 3 അതിലും നമുക്ക് ചെയിൻ 1 ചെയ്തിട്ട് 3DC ചെയ്ത് കൊടുക്കുക. 1 2 3 ചെയിൻ 1 ചെയ്യുക. 1 2 3 ചെയിൻ 1 ചെയ്യുക. 1 2 3 ചെയിൻ 1 ചെയ്യുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച സ്പേസിലാണ്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് നമുക്ക് കോർണറാണ് സ്റ്റിച്ച് മാർക്കർ വരുന്നത്, കോർണറാണ്. അപ്പോൾ കോർണറിൽ നമ്മൾ 3DC 2 ചെയിൻ 3DC ആണ് ചെയ്യുന്നത് സെയിം സ്പേസിൽ തന്നെ. 1 2 3 3DC ചെയ്യുക. 2 ചെയിൻ ചെയ്യുക. 1 2 വീണ്ടും നമുക്ക് 3DC ചെയ്യുക. 1 2 3 3DC ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ 3 സ്പേസ് ഉണ്ട്. ആ 3 സ്പേസിലും ചെയിൻ 1 ചെയ്തിട്ട് 3DC ചെയ്യുക. 1 2 3 ചെയിൻ 1 ചെയ്യുക. 1 2 3 ചെയിൻ 1 ചെയ്യുക. 1 2 3 ചെയിൻ 1 ചെയ്യുക. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത 3 ചെയിൻ ചെയ്ത ആ ഒരു കോർണറിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ചെയിൻ 1 ചെയ്തതിന് ശേഷം 3DC കൂടി ചെയ്യുക. ഓൾറെഡി നമ്മൾ 3DC ചെയ്തിട്ടുണ്ട്. കോർണറിൽ 3DC 2 ചെയിൻ 3DC ആണല്ലോ വേണ്ടത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 3DC ചെയ്തിട്ട് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ പോയതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ട് 3DC ചെയ്തു. ചെയിൻ 2 ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ചെയ്ത DCയുടെ മുകളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ യാണ് നമുക്കിങ്ങനെ താഴേക്ക് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പാണ് കിട്ടിയിട്ടുള്ളത്. നമ്മളിവിടെ 1 2 3 4 5 5 റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ 3DCൻ്റെ 4 എണ്ണം ചെയ്തു. സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ കോർണർ തിരിച്ചു 3DC 2 ചെയിൻ 3DC അങ്ങനെ 4 എണ്ണം ചെയ്തു. തേർഡ് റൗണ്ട് 3DC 2 ചെയിൻ 3DC അതിന് ശേഷം ചെയിൻ 1 3DC അങ്ങനെ ചെയ്തു. അങ്ങനെ നമ്മൾ വലുതായി നമ്മൾ സർക്കിൾ ഇങ്ങനെ സ്ക്വയർ ഇങ്ങനെ മാജിക്
ഗ്രാനി സ്ക്വയർ ഇങ്ങനെ വലുതായി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര വലുപ്പത്തിലും വേണമെങ്കിൽ ചെയ്തെടുക്കാം. അതിപ്പോൾ ഞാൻ വലുപ്പത്തിൽ ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മളെ ഈ ഗ്രാനി സ്ക്വയർ ഇങ്ങനെ 3 ഉള്ളത് ഈ ഒരു സ്പേസ് 4 ആയിട്ട് വരും. പിന്നെ അടുത്ത സ്പേസിൽ അത് 5 ആയിട്ട് വരും. പിന്നെ അടുത്തതിൽ 6, 7 അങ്ങനെ വലുതായി വരും. നിങ്ങൾക്ക് എത്ര വലുപ്പത്തിൽ വേണമെങ്കിലും ഈ ഒരു ഗ്രാനി സ്ക്വയർ ചെയ്തെടുക്കാം. സെയിം കളേഴ്സിൽ ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് ബെഡ്ഷീറ്റ് അങ്ങനെയൊക്കെ ചെറുതാക്കിയിട്ട് പിന്നെ ജോയിൻ ചെയ്തിട്ട് ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ നമുക്ക് ടേബിൾ ഷീറ്റോ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളെ എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.